എനിക്ക് വസന്തനോട് പറയാനുള്ള കാര്യം, അടുത്ത തവണയെങ്കിലും സ്ഥാനാർത്ഥിയാണ്, അല്ലെ അത് കഴിഞ്ഞ് പാർട്ടി കാണുകയല്ല, പാർട്ടി തീർന്നു പോകും. ഇങ്ങനെ ഒരു ചർച്ച ആദ്യമായിട്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതകരമായ ചർച്ചയാണ്. രാഷ്ട്രീയത്തിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും ഈ ചർച്ചകളിൽ ഒരു വ്യത്യസ്തത ആരും കാണുക. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് മാണിസാർ UDF നേതാവാണ്. അന്നും ഇന്നും മാണിസാറിനെ ഞങ്ങൾ മാണിസാറിനെ വിളിച്ചിട്ടുള്ളൂ. അണയാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകത്തിൽ മാണി വീണ് പോകട്ടെ എന്ന് ആശംസിച്ചത് VS അച്യുതാനന്ദനാണ്. വിറക് വെട്ടിയവനും വെള്ളം കോരിയവനൊക്കെ ജോസഫ് പഴക്കനെ പോലുള്ള ആളുകള് അതെ 1 ലക്ഷം പോസ്റ്റർ ഒഴിക്കാം, 25,000 ബാനർ ഉണ്ടാക്കി വെച്ചു. ഞങ്ങൾ ശത്രുക്കളോട് പോലും അങ്ങനെ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. അതെ, എന്താ സംശയം? ഇവരുടെ ഫ്ലെക്സ് ബോർഡുകളിലും പറയുന്നത് ഞാൻ പറയുന്നത് മുന്നണിയുടെ നയോ. പാവം, അവൻ വിജൃംഭിച്ചു പോയി. ഭാര്യ സമ്മതിക്കല, ജോസ് കെ മാണിയുടെ ഭാര്യ സമ്മതിക്കല. കാരണം ഭാര്യയുടെ അച്ഛനാണ് 60% റബ്ബറും കേരളത്തിലോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. കച്ചവടം പൊളിഞ്ഞു പോയോ, അമ്മായിയപ്പന്റെ കച്ചവടം പൊളിയെന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഉമ്മൻചാണ്ടി സാറും ഇല്ല, KM മാണി സാറും ഇല്ല. അതിന്റെ അനന്തരാവകാശികളുടെ അവസ്ഥയാണ് ഇപ്പൊ കണ്ടത്. തമ്മിലടി എന്തൊരു രൂക്ഷമാണ്. എന്നിട്ട് ഇവിടെ എന്താ കിട്ടിയത്? ഒരു വൻകിട പ്രൊജക്ട് 10 വർഷക്കാലത്തിനിടയ്ക്ക് LDF ഗവൺമെന്റിന്റെ പറയാനുണ്ട്. ഒരു വൻകിട പ്രൊജക്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും. പാലാ വളർന്നത്, കോട്ടയം വളർന്നത് എങ്ങനെയാണ്? ഡൽഹിയിൽ പിടിപാടും ബന്ധവും ഉണ്ടായിരുന്ന കോൺഗ്രസ് ഡൽഹിയിൽ എക്കാലത്തും ഭരിച്ചിരുന്ന കാലത്ത്, പാലായിലെ KM മാണി എക്കാലത്തും ഭരിച്ചിരുന്ന കാലത്ത് കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള കേന്ദ്രവുമായിട്ടുള്ള ബന്ധമാണ്. ഇനിയിപ്പോ അടുത്ത 60 കൊല്ലക്കാലത്തേക്ക് കോൺഗ്രസിനെ കേന്ദ്രത്തിൽ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പാലാക്കാർക്കോ കോട്ടയക്കാർക്കോ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഭരണത്തോടൊപ്പം നിന്നുകൊണ്ടുള്ള വികസനത്തെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കണം. ജയ് കേരളം, ജയ് വികസിത കേരളം.